ആദ്യമായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത്ര നന്നായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആകെ കുറവെന്ന് പറയാനായിട്ട് കുക്ക് ചെയ്യുന്ന വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം ബിരിയാണി എല്ലാം ഞാൻ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഗൈസ്. ചെയ്യാനുള്ളതുകൊണ്ട് ക്യാമറ ഒന്നും പിടിക്കാൻ ആളില്ല, സ്റ്റാൻഡും ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ്. ബിരിയാണിയും ചിക്കൻ കറിയും വെച്ചു. അപ്പോൾ ഇതെങ്ങനെ പാകം ചെയ്യുന്നതെന്നുള്ള ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. പിന്നെ കറുകപ്പട്ട, പെരുംജീരകം, ഗ്രാമ്പു, പിന്നെ പട്ടയില, ഇതെല്ലാം കൂടെ ആ വെള്ളത്തിലേക്ക് ഇട്ട് തിളപ്പിച്ചു. വെള്ളം തിളച്ചതിന് ശേഷം അരി കഴുകി വെച്ച അരി 2 ഗ്ലാസ് അരി ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. 2 തിളച്ചപ്പോഴത്തേക്കും വാർത്തിട്ട് ഞാനത് കഞ്ഞി ഊറ്റി വെച്ചു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ചട്ടി വെച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് മുന്തിരി, കശുവണ്ടി ഇതെല്ലാം വറുത്തൊരുമിച്ചെടുത്തതിന് ശേഷം പിന്നെ സവോള ബ്രൗൺ കളറ് മുരിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതെല്ലാം കൂടെ ആ വേവിച്ച് വെച്ചതിലേക്ക് ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പൈനാപ്പിളിൻ്റെ എസൻസ് ഉണ്ട്, അത് ഇത്തിരി ഒഴിച്ച് കൊടുത്തു. അതിൻ്റെ മണ്ടയിൽ ലാസ്റ്റ് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ച് കൊടുത്തു. പിന്നെ അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി. പിന്നെ ചിക്കൻ കറി വെച്ചത് സബോള, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ അങ്ങ് ഇട്ട് വഴറ്റിയ ശേഷം ഇത്തിരി ഉപ്പ് ഇട്ടതിന് ശേഷം ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചിക്കൻ മസാല, മല്ലിപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടെ എല്ലാം കൂടെ ഇട്ടതിന് ശേഷം അത് മൂത്തതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്തു. ചിക്കൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, 10 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം തന്നെ ഇറങ്ങും. ചിക്കൻ്റെ അകത്ത് വെള്ളത്തിൽ തന്നെ ഇരുന്ന് ചിക്കൻ വെന്തു. ഇത്രേ ഉള്ളൂ എൻ്റെ ബിരിയാണി, എൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പി. കടയിൽ നിന്ന് വാങ്ങിയ അച്ചാറാണ് ഗൈസ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് റെസിപ്പി പറഞ്ഞു തരാമെന്ന് ഓർത്തു. കുക്ക് ചെയ്യുന്ന വീഡിയോ ചെയ്യണമെന്ന് കാണിക്കണമെന്ന് ആഗ്രഹമായിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫുഡ് വീഡിയോയ്ക്കകത്ത്